ആദിയിൽ വിശ്വം മെനഞ്ഞു മോദ സൃഷ്ടി ചെയ്താദാമിനെയും രക്ഷയായി മണ്ണിലണഞ്ഞു കാവായി അഗ്നിയായി തന്നാത്മവർഷം ഹല്ലേലൂയ ഓശാന സ്തോത്രഗീതിയ എല്ലാരും വാഴ്ത്തുന്നൊരത്വൈകനാദം ഈശോ മിശിഹായില് പ്രിയപ്പെട്ടവരെ, വർഷങ്ങൾക്ക് മുമ്പ്, പ്രത്യേകിച്ച് ഈ അടുത്ത കാലം വരെ ദേവാലയങ്ങളും പ്രാർത്ഥനാ സങ്കേതങ്ങളുമൊക്കെ പണിതിരുന്നത് മലയുടെയും കുന്നുകളുടെയും മുകളിലോ ചെരുവുകളിലോ ആയിരുന്നു. കുറെ സ്റ്റെപ്പുകൾ കയറി മനുഷ്യൻ ദേവാലയത്തിൽ ദൈവത്തിന് മുമ്പിലായിരിക്കുമ്പോൾ അവൻ അനുഭവപ്പെട്ടിരുന്നത് ഏറ്റവും തികഞ്ഞ നിശബ്ദതയായിരുന്നു. ദൈവത്തോട് ഹൃദയം തുറന്ന് സംസാരിക്കാനുള്ള ഇടങ്ങളായിരുന്നു ദേവാലയങ്ങൾ. പക്ഷെ ഇന്ന് പുതിയ തലമുറ ദേവാലയത്തെ ദൈവവുമായി നിശബ്ദതയിൽ വ്യക്തിപരമായി സംസാരിക്കുന്ന ഇടങ്ങളായി കാണുന്ന അവസ്ഥയല്ല, മറിച്ച് തന്റെ സുഖത്തിനും സൗകര്യത്തിനുമായി കാറിൽ നിന്നിറങ്ങി തിരിച്ച് കാറിലേക്ക് എത്രയും പെട്ടെന്ന് കയറാവുന്ന രൂപത്തിലും ഭാവത്തിലുമാണ് ദേവാലയങ്ങളുടെ രൂപകൽപ്പനകൾ. യൂറോപ്പിലും ലോകമാസകലമുള്ള ആശ്രമ ദേവാലയങ്ങൾ സന്ദർശിച്ചാൽ അതൊക്കെ കുന്നിൻ ചെരുവുകളിലും മലയിലും ഏകാന്തതയുടെ തുരുത്തുകളാണ് എന്ന് ബോധ്യപ്പെടും. സാധകന്റെ സഞ്ചാരം എന്ന റഷ്യൻ പുസ്തകം വായിച്ചാൽ ഹൃദയത്തിൽ പ്രാർത്ഥന മന്ത്രമാക്കി മാറ്റാനുള്ള ഒരു മനുഷ്യന്റെ ശ്രമം എന്തുമാത്രം ഏകാന്തതയിൽ അവന് നയിക്കപ്പെടുന്നു എന്ന് വെളിപ്പെടുത്തല് ഫിലോക്കാലിയ എന്ന പുസ്തകത്തിലും മനോഹരമായി അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വേറൊരു വ്യക്തിയെ വിളിച്ചുകൊണ്ടുവരികയാണ്. യൂദയായിലെ മരുഭൂമിയിൽ ദൈവത്തിന്റെ ശബ്ദവുമായി പ്രത്യക്ഷപ്പെടുന്ന ഒരു മനുഷ്യൻ. അവൻ വിളിച്ചു പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം ഇതാണ്: ഇതാ രക്ഷകനായ ക്രിസ്തു അവതരിച്ചിരിക്കുന്നു, അവൻ എന്റെ പുറകെ വരുന്നുണ്ട്, അവനെ നീ സ്വീകരിക്കാൻ റെഡിയാവുക. നീ ക്രിസ്തുവിന് വേണോ? നീ ചില കാര്യങ്ങൾ ചെയ്തിരിക്കണം. ഇന്ന് നീ കാണിച്ചു കൂട്ടുന്ന അനുവർത്തിക്കുന്ന പലതും ക്രിസ്തുവിനെ സ്വീകരിക്കാൻ നിന്നെ ഒരുക്കുന്നില്ല. അതുകൊണ്ട് സ്നാപയോഹന്നാൻ വെളിപ്പെടുത്തുകയാണ്, ക്രിസ്തുവിന് വേണോ, നീ ആദ്യമായി നിന്റെ ജീവിതത്തിലെ ചില തീരുമാനങ്ങൾ എടുക്കണം, ചിലതിനെ മാറ്റിയെടുക്കണം, ചിലത് സ്വീകരിക്കാൻ തയ്യാറാകണം. എന്നിട്ട് അവൻ വെളിപ്പെടുത്തുകയാണ്, താൻ ദൈവത്താൽ അയക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് അവൻ പറയുകയാണ്, ഞാൻ വെറും സ്വരമാണ്, ദൈവത്തിന്റെ സ്വരം. പക്ഷേ ഒരു പ്രവാചകന്റെ രൂപഭാവങ്ങൾ കൃത്യമായും സ്നാപയോഹന്നാനിലുണ്ടായിരുന്നു. അതിനും എഴുതി വെക്കുന്നുണ്ട്, അവൻ അരയിൽ തോൽവാറും ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രവും ധരിച്ചിരുന്നു, വെട്ടുകിളിയും കാട്ടുതേനുമായിരുന്നു അവന്റെ ഭക്ഷണം. വ്യക്തമായി പറഞ്ഞാൽ ഒരു താപസ ശൈലി അവന്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ദൈവത്തെ അറിയുക, ദൈവ സാന്നിധ്യത്തിൽ ആശ്രയിക്കുക, ദൈവത്തിന്റെ സ്വരമനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുക, ക്രമപ്പെടുത്തുക, ആ ശൈലി സ്വന്തമാക്കിയവൻ രൂപഭാവങ്ങളിലേക്ക് മാറുകയാണ്. ഇന്ന് നേരെ തിരിച്ച ദൈവത്തിന്റെ സ്വരം കേൾക്കുകയും ആ സ്വരത്തിന് ജീവിതം ക്രമപ്പെടുത്തുകയും ചെയ്തല്ലാതെ രൂപഭാവങ്ങളിലേക്ക് മാറുന്നത് വാസ്തവത്തിൽ ദൈവത്തെ പറ്റിക്കലാണ്. വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, ഏകദേശം 400 വർഷങ്ങൾക്ക് ശേഷമാണ് സ്നാപയോഹന്നാൻ
എന്ന വ്യക്തി ഒരു പ്രവാചകനായി ഇസ്രായേലിൽ അവതരിക്കുന്നത്. മലാക്കി, സക്കറിയ പ്രവാചകന്മാർക്ക് ശേഷം 400 വർഷത്തെ ഗ്യാപ്പുണ്ട് ഒരു പ്രവാചകന് വേണ്ടിയിട്ട്. ജനം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ക്രിസ്തുവിന് വേണ്ടി. ആ ക്രിസ്തുവിലേക്ക് ഒരു ചൂണ്ടുപലകയായി, വഴികാട്ടിയായി സ്നാപക യോഹന്നാൻ പറയുകയാണ്, നിനക്ക് ക്രിസ്തുവിനെ വേണോ, നീ ജീവിതത്തെ മാറ്റണം. ഇനിയും അവന്റെ വേഷത്തെക്കുറിച്ച് മനോഹരമായി ബൈബിളിൽ സൂചിപ്പിക്കുന്നുണ്ട്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം അധ്യായം 1 8-ാമത്തെ വാക്യത്തില്, അഹാസിയ രാജാവ് രോഗിയായപ്പോൾ ബാൽസബൂബിന്റെ അടുത്തേക്ക് ഒരു ദൂതനെ അയച്ചിട്ട് പറയുകയാണ്, ഏലിയായെ പോയി കൂട്ടിക്കൊണ്ടുവരിക, തന്റെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട്. ഈ ദൂതൻ ചെല്ലുന്നു. വഴിയിൽ ഒരു വ്യക്തിയെ കണ്ടപ്പോൾ തിരിച്ചു വരുന്നു, സൗഖ്യമൊക്കെ അറിയിച്ചുകൊണ്ട്. ദൂതനോട് ആഹാസ്യ ചോദിക്കുന്നു, നീ കണ്ട വ്യക്തിയുടെ രൂപഭാവങ്ങൾ പറയുക. അവൻ ഇങ്ങനെയാണ് പറയുന്നത്, അവൻ രോമക്കുപ്പായവും തുകൽ കൊണ്ടുള്ള അരപ്പട്ടയും അണിഞ്ഞിരുന്നു. ഉടനെ തന്നെ രാജാവ് പറയുകയാണ്, അവൻ തിഷ്ബ്യനായ ഏലിയായാണ്. വളരെ വ്യക്തമാണ്, പ്രവാചകന്മാര് രോമക്കുപ്പായവും അരപ്പട്ടയും ധരിച്ച് കാട്ടില് അല്ലെങ്കിൽ മരുഭൂമിയില് ദൈവത്തിന്റെ സ്വരം, ജനത്തിൽ നിന്നകന്ന് ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ് പ്രവാചകൻ. പക്ഷേ പലപ്പോഴും ഇന്ന് സംഭവിക്കുന്നത്, ജനത്തിന് പ്രവാചകന്മാരെ അല്ല ഇഷ്ടം, പ്രോഫറ്റ്സിനെ അല്ല പലർക്കും ഇഷ്ടം, ഇന്ന് പപ്പറ്റ്സിനെയാണ്. തന്റെ ജീവിതത്തിന് മുമ്പിൽ കളിപ്പാവകളായി കൂടെ നടക്കാൻ കിട്ടുന്ന വ്യക്തികളെയാണ് പലർക്കും ഇഷ്ടം. പപ്പറ്റ്സ്, പപ്പറ്റ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറയും പാവ, പാവകളെയാണ് ഇഷ്ടം, പ്രവാചകന്മാരല്ല. പ്രവാചകന്മാരെ നിന്നെ കുറ്റപ്പെടുത്തും, നിന്നെ ഓർമ്മപ്പെടുത്തും, ജീവിതത്തെ മാറ്റം വരുത്താൻ പറയും. പാവയെ നിനക്ക് ഇഷ്ടമുള്ളതുപോലെ കൊണ്ടു നടക്കാം. നിന്റെ ഇഷ്ടത്തിന് കൊണ്ടു നടക്കാനല്ല ദൈവം പ്രവാചകന്മാരെ അയച്ചിട്ടുള്ളത്, മറിച്ച് അവന്റെ ഇഷ്ടത്തിന് ഞാൻ മാറുക എന്നുള്ള വെളിപ്പെടുത്തലാണ് ഓരോ പ്രവാചകനും എനിക്കും നിനക്കും നൽകുന്നത്. നമ്മുടെ സ്നാപക യോഹന്നാൻ വെളിപ്പെടുത്തുന്ന ആദ്യത്തെ കാര്യം ഇതാണ്, നിനക്ക് രക്ഷകനെ വേണോ, ആദ്യം നീ ചെയ്യേണ്ടത് മാനസാന്തരപ്പെടുക. മാനസാന്തരപ്പെടുവിൻ. നീ ചെയ്യുന്ന തെറ്റ് തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ തിരുത്താൻ ശ്രമിക്കുക, അതിനെയോർത്ത് ദൈവസന്നിധിയിൽ മാപ്പ് ചോദിക്കുക. മാനസാന്തരപ്പെടുവിൻ, മനസ്സിന് മാറ്റം വരുത്തുവിൻ. പാപത്തിന്റെ മാർഗങ്ങളിൽ ചരിച്ച സന്തോഷം കണ്ടെത്തിയ മനസ്സിനെ നീയൊന്ന് വഴിതിരിച്ചുവിടണം. അതുകൊണ്ട് തന്നെയാണ് യേശുവും വ്യക്തമായിട്ട് പറയുന്നുണ്ട്, പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളും നശിക്കും. പത്രോസും പറയുന്നുണ്ട്, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി യേശുനാമത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുവിൻ. ഒരു കാര്യം തിരിച്ചറിയുക, നിനക്ക് ക്രിസ്തുവിനെ വേണോ, ആദ്യമേ ചെയ്യേണ്ടത് നിന്റെ പാപങ്ങളെ ഓർത്ത് ദൈവസന്നിധിയിൽ മാപ്പ് ചോദിക്കാനായിട്ട് നിന്റെ മനസ്സിനെ ഒരുക്കുക എന്നുള്ളതാണ്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ലോകത്തിനോട് വെളിപ്പെടുത്തിയ വലിയൊരു സന്ദേശമുണ്ട്. ഇന്നത്തെ ലോകത്തിന് പാപബോധമില്ല. താൻ ചെയ്യുന്ന പ്രവൃത്തി പാപമാണെന്ന് തിരിച്ചറിഞ്ഞ് തനിക്കൊരു മാറ്റമുണ്ടെന്ന് ബോധമില്ലായ്മയാണ് ഇന്നത്തെ ജനത്തെ നയിക്കുന്നത്. താൻ ചെയ്യുന്നതൊക്കെ ശരി, മറ്റുള്ളവർ ചെയ്ത് മുഴുവൻ തെറ്റ് എന്നുള്ള ഒരു തെറ്റായ ബോധ്യത്തിൽ ജീവിക്കുന്ന ഈ സമൂഹത്തിനോടും എന്നോടും നിന്നോടും സ്നാപക യോഹന്നാൻ പറയുകയാണ്, ക്രിസ്തുവിനെ നിനക്ക് വേണോ എങ്കിൽ പാപത്തിന്റെ വഴികളെ തിരിച്ചറിയുക. തിരിച്ചറിയുക. ഈ തിരിച്ചറിവ് നഷ്ടപ്പെട്ട ഈ ലോകത്ത് ഞാൻ ശരിയും തെറ്റും തിരിച്ചറിയണമെങ്കിൽ ഉറപ്പാണ് ഞാൻ കേൾക്കേണ്ട സ്വരം ദൈവത്തിൻ്റെതാണ്. ദൈവം വഴി നടത്തുമ്പോഴാണ് ശരിയും തെറ്റും എന്റെ മുൻപിൽ അവതരിക്കുകയുള്ളൂ. മനുഷ്യന്റെ ആദ്യത്തെ പ്രലോഭനത്തെക്കുറിച്ച് ഒന്ന് വ്യത്യസ്തമായി ചിന്തിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും. പിശാച് ഹവ്വയെ സമീപിച്ച് ചോദിക്കുന്നുണ്ട്, ദൈവം നിങ്ങൾക്ക് എന്ത് വാഗ്ദാനമാണ് നൽകിയത്? അപ്പൊ പറഞ്ഞു, ആ തോട്ടത്തില് എല്ലാ ഫലങ്ങളും ഞങ്ങൾക്ക് ഭക്ഷിക്കാം, പക്ഷെ ഒന്ന് മാത്രം കഴിക്കാൻ പാടില്ല. ഉടനെ സാത്താൻ പറഞ്ഞു ഫലിപ്പിക്കുന്ന വലിയ രഹസ്യം എന്താണെന്നോ, അവൻ ദൈവത്തെ ചതിയനും നുണയനുമായി പ്രഖ്യാപിക്കുകയാണ്. സാത്താനെ കുറിച്ച് ബൈബിൾ എഴുതി വെച്ചിരിക്കുന്ന അവൻ നുണയനും നുണയുടെ പിതാവുമാണെന്ന്. പക്ഷെ സാത്താൻ പറയുകയാണ്, ദൈവം നിങ്ങളിൽ നിന്ന് സത്യം മറച്ചുവെച്ചു. ആ പഴം നിങ്ങൾ ഭക്ഷിച്ചാൽ നിങ്ങൾ ദൈവത്തെ പോലെയാകും. നിങ്ങൾക്ക് വേറൊരു ദൈവത്തിന്റെ ആവശ്യമില്ല.
നിങ്ങൾ തന്നെ ദൈവങ്ങളായിട്ട് മാറും. അതിനർത്ഥം എന്താണെന്നറിയാമോ? നീ പറയുന്നത് ശരി, നിന്റെ തീരുമാനം ശരി, നിന്റെ ഇഷ്ടങ്ങൾ ശരി, നിനക്ക് ഇഷ്ടമില്ലാത്തതൊക്കെ തെറ്റ്. അതാണല്ലോ ദൈവം. ദൈവം ശരിയെന്ന് പറയുന്നത് ശരിയും തെറ്റെന്ന് പറയുന്നത് തെറ്റുമാണ്. അനുസരിക്കുക എന്ന് പറയുന്നത് ശരിയും ചെയ്യരുത് എന്ന് പറയുന്നത് തെറ്റുമായിട്ട് ബൈബിൾ വ്യാഖ്യാനിക്കുമ്പോൾ പിശാച് മനുഷ്യനോട് പറയുകയാ, നിനക്ക് ഒരു ദൈവത്തെ ആവശ്യമില്ല, നിനക്കൊരു ദൈവത്തെ വേണ്ട. നന്മയും തിന്മയും നീ തിരിച്ചറിയും എന്നതിന്റെ അർത്ഥം നീ നന്മ എന്ന് പറയുന്നത് നിന്റെ ഇഷ്ടമായിട്ട് മാറും, തിന്മ എന്ന് പറയുന്നത് നിന്റെ ഇഷ്ടമില്ലായ്മയായിട്ട് മാറും. പറഞ്ഞാൽ നിസ്സാരമായിട്ട് വെളിപ്പെടുത്താവുന്ന ഒരു കൊച്ചുദാഹരണത്തിലൂടെ സൂചിപ്പിക്കാം. ശരിയും തെറ്റും ഇന്ന് ദൈവത്തിന്റെ കൽപ്പനയുടെ മാനദണ്ഡങ്ങളല്ല. നമുക്ക് ഓരോരുത്തർക്കും ശരിയും തെറ്റും, എന്റെ ഇഷ്ടം ശരി, എനിക്കിഷ്ടമില്ലാത്തത് തെറ്റ് എന്ന രീതിയിൽ നമ്മൾ വ്യാഖ്യാനിക്കുക. ഒരു കൊച്ചു സംഭവം. നമ്മൾ തിരക്ക് പിടിച്ച് എവിടെയോ പോകാനായി ഒരു ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കുകയാണ്. ദൂരെ നിന്ന് ബസ് വരുന്ന കണ്ടു. വലിയ പ്രതീക്ഷയോടുകൂടെ നമ്മൾ റോട്ടിലേക്ക് അല്പം കയറി നിന്ന് കൈ നീട്ടി കാണിച്ചു. ഉറപ്പാണ്, മനസ്സിൽ വിശ്വാസമുണ്ട്, ബസ് നിർത്തി എന്നെ പെട്ടെന്ന് അവിടെ എത്തിക്കും. പക്ഷെ ഡ്രൈവർ ആത്മാർത്ഥതയില്ലാത്തവനായിരുന്നു എന്ന് ചിന്തിച്ചാൽ ഉറപ്പാണ് അവൻ ബസ് ഒന്ന് പതുക്കെ സ്ലോ ചെയ്തു. പക്ഷെ ഗൗനിക്കാതെ ബസ് മുമ്പോട്ട് കടന്നുപോയി. വാച്ചിലെ സൂചി പിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാരണം സമയം എത്രയും പെട്ടെന്ന് നമുക്ക് അവിടെ എത്തണം, നമ്മുടെ ലക്ഷ്യം പൂർത്തീകരിക്കണം. ആകാംക്ഷ കാത്തിരിക്കുമ്പോൾ ദേ വരുന്നു അടുത്ത വണ്ടി, അതേ ബോർഡ്, പോകേണ്ട ലക്ഷ്യത്തിലേക്കുള്ള ബോർഡ്. പ്രതീക്ഷയോടെ വീണ്ടും കൈനീട്ടി, അപ്പോഴും ആ വണ്ടി നിർത്താതെ കടന്നുപോയി. ഉടനെ എന്റെ മനസ്സിൽ എന്തായിരിക്കും പറയുക? ഓരോ ഡ്രൈവറും ചെയ്യേണ്ട നന്മ എന്താണെന്ന് ചോദിച്ചാൽ ബസ് സ്റ്റോപ്പിലുള്ള യാത്രക്കാരെ കയറ്റി ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിക്കുക സുരക്ഷിതമായി. അതാണ് ഡ്രൈവറെ സംബന്ധിച്ചുള്ള നന്മ. ഈ ഡ്രൈവർമാരെല്ലാം തിന്മ ചെയ്യുന്നു, ഉത്തരവാദിത്വം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ഡ്രൈവറുടെ ഉത്തരവാദിത്വത്തെ നാം നന്മയാക്കി പരിഗണിക്കും. സമയം പെട്ടെന്ന് കടന്നുപോകുന്നു. മൂന്നാമത്തെ വണ്ടിയും നിർത്താതെ കടന്നുപോയാൽ നാം പതുക്കെ പതുക്കെ സമൂഹത്തിലെ തിന്മയ്ക്കെതിരെ പ്രതികരിക്കാൻ തുടങ്ങും. നാട് മുഴുവൻ നശിച്ചു, ഒരാൾക്കും ആരോടും ഉത്തരവാദിത്തമില്ല, കമ്മിറ്റ്മെന്റ് ഇല്ല, സമൂഹം മുഴുവൻ ഇങ്ങനെയായിപ്പോയി, ഈ ഡ്രൈവർമാരൊക്കെ എന്തേ നന്മ ചിന്തിക്കാത്തെന്ന് പറഞ്ഞ് നാം പഴിചാരാൻ തുടങ്ങും. ഇങ്ങനെ മുൾമുനയിൽ നിൽക്കുമ്പോഴാണ് നാലാമത്തെ വണ്ടി വരുന്നു. നല്ല ഡ്രൈവറായിരുന്നു, നമ്മുടെ മുമ്പിൽ വണ്ടി നിർത്തി. സൗകര്യമുള്ള സീറ്റിൽ ഞാൻ കയറിയിരുന്നു. വാച്ചിന്റെ സൂചി നോക്കി, അധിക സമയമില്ല എത്താനായിട്ട്. പക്ഷെ ദൂരം കുറച്ചുണ്ട് താനും. നമ്മള് സാവധാനം ഇരുന്നു സൗകര്യമായിട്ട് ഇരിക്കുന്ന ആ നിമിഷം ഉടനെ നമ്മുടെ മനസ്സോർമ്മിപ്പിക്കും, ഇത്ര സമയത്തിനുള്ളിൽ അവിടെ എത്തണം. പ്രാർത്ഥിക്കാൻ തുടങ്ങും, ദൈവമേ ഡ്രൈവർ എത്രയും പെട്ടെന്ന് വണ്ടിയെടുത്ത് സ്പീഡിൽ ഓടിക്കണമേ എന്ന്. ഞാൻ ആലോചിച്ച് നോക്കിയേ, നല്ല മനസ്സുള്ള ഡ്രൈവറാണ്. വഴിയിലുള്ള ഏത് യാത്രക്കാര് കൈനീട്ടിയാലും അവൻ വണ്ടി നിർത്തും, അവരെ കയറ്റി സാവധാനം വണ്ടിയെടുത്ത് സുരക്ഷിതമായി പതുക്കെ പതുക്കെ വണ്ടി ഓടിച്ചങ്ങ് പോവുകയാണ്. ഒന്ന് രണ്ട് സ്ഥലങ്ങൾ നിർത്തി കഴിയുമ്പോൾ ഞാൻ എന്റെ വാച്ചിലേക്ക് നോക്കി, ഇങ്ങനെ ചിന്തിക്കില്ലേ, ഇയാൾ എന്ത് ഡ്രൈവറാ, വഴി കൂടെ പോകുന്ന ആൾക്കാരെ മുഴുവൻ കയറ്റേണ്ട വല്ല ആവശ്യമുണ്ടോ? എനിക്ക് ഇന്ന സമയത്ത് അവിടെ എത്തണം, എത്രയും പെട്ടെന്ന് എനിക്ക് എന്റെ ലക്ഷ്യം പൂർത്തീകരിക്കണം. ഉടനെ തന്നെ നമ്മൾ ഡ്രൈവറിനോട് പറയും, അവര് ഇവരൊക്കെ അടുത്ത വണ്ടിക്ക് വരും, എല്ലാവരും കയറ്റേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, അതൊന്ന് വേഗം പോയേ എന്ന് പറഞ്ഞ് ഞാൻ നന്മയും തിന്മയും ഒന്ന് വ്യാഖ്യാനിക്കില്ലേ? ഉറപ്പാ, ബസ്സിൽ കയറുന്നത് വരെ ബസ് നിർത്തുക, യാത്രക്കാരെ കയറ്റുക എന്നുള്ളത് നന്മയും, ബസ്സിൽ കയറിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്റെ ഇഷ്ടമൊന്ന് മാറി, എനിക്ക് അവിടെ എത്തണം, അതുകൊണ്ട് ഇനി ഒരാളെയും കയറ്റണ്ട, സ്റ്റോപ്പുകൾ മാത്രം നിർത്തിയാൽ മതി, എത്രയും പെട്ടെന്ന് അവിടെ എത്തിക്കുക. അപ്പം എന്റെ സൗകര്യം, എന്റെ താല്പര്യം നന്മ, എനിക്കിഷ്ടമില്ലാത്തത് തിന്മ എന്നുള്ളൊരു വ്യാഖ്യാന രീതിയിലേക്ക് ഞാനും നിങ്ങളും മാറുന്നില്ലേ എന്ന് ചോദിച്ചാൽ വാസ്തവത്തിൽ ഇതാണ് പാപത്തിന്റെ അവസ്ഥ. ഞാനും നിങ്ങളും ദൈവത്തെ പോലെ പെരുമാറുന്നു. എനിക്കിഷ്ടമുള്ളത് നന്മ, എനിക്കിഷ്ടമില്ലാത്തത് തിന്മ. ഇനിയും കൊച്ചുതാവിന് പറഞ്ഞാൽ മനസ്സിലാവും. എന്റെ വീട്ടില് എന്റെ പെങ്ങന്മാർക്ക് ഒരു വിവാഹ ആലോചന വരുമ്പോൾ ഞാൻ ചിന്തിക്കുക ഇങ്ങനെയാണ്, സ്ത്രീധനം ചോദിച്ച് മാർക്കറ്റിൽ വിലപേശുന്നത് പോലെ വിലപേശുന്ന എന്റെ പെങ്ങൾക്ക് വിലയിടുന്ന ചെറുപ്പക്കാരെ കുറിച്ച് ഞാൻ പറയും, സ്ത്രീധനം ശാപമാണ്, ഇവരൊക്കെ എന്ത് നോക്കിയിട്ടാണ്, ഇതൊക്കെ കാലഹരണപ്പെട്ടതല്ലേ, എന്നിട്ടും അവൻ പവൻ എണ്ണി നോക്കി കാശിന്റെ വിലയും തൂക്കവും ഒക്കെ നോക്കിയിട്ട് വിവാഹത്തെ ഒരുങ്ങുന്നു എന്ന് പറഞ്ഞ് ഞാൻ
സ്ത്രീധനത്തിനെതിരെ പ്രതികരിക്കും. പക്ഷേ എന്റെ അനുജനോ എന്റെ ചേട്ടനോ വിവാഹ ആലോചന വരുമ്പോൾ ഞാൻ എന്തായിരിക്കും റെക്കമെൻഡ് ചെയ്യുക? കൂടുതൽ സ്ത്രീധനം തരുന്ന പെൺകുട്ടികളുടെ വിവാഹാലോചന ഞാൻ സ്വീകരിക്കുമോ അതോ വേണ്ട എന്ന് പറയുമോ? തങ്ങൾക്ക് വേണ്ടി വിവാഹാലോചന വരുമ്പോൾ സ്ത്രീധനം വേണ്ട എന്ന് പറയും. പക്ഷേ ചേട്ടനോ അനുജനോ വേണ്ടി വരുമ്പോൾ എന്റെ മനസ്സറിയാതെ പറയും പോരുന്നതങ്ങ് പോരട്ടെ, വെറുതെ കിട്ടുന്നതല്ലേ. പ്രിയപ്പെട്ടവരെ, നന്മയും തിന്മയും എന്റെ ഇഷ്ടവും എന്റെ ഇഷ്ടമില്ലായ്മയുമൊക്കെ ആയി മാറുന്നതാണ് മനുഷ്യന്റെ ആദ്യത്തെ പാപം. ഞാൻ ദൈവം, എന്റെ ഇഷ്ടം, എന്റെ താല്പര്യം. ഈ രീതിയിൽ ചിന്തിച്ചാലാണ് സ്നാപക യോഹന്നാൻ പറയുന്ന ആശയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ നിന്റെ ഇഷ്ടങ്ങളല്ല നന്മ, നിന്റെ ഇഷ്ടമില്ലായ്മയല്ല തിന്മ. ദൈവത്തിന്റെ ഇഷ്ടമാണ് നന്മ, ദൈവത്തിന് ഇഷ്ടമില്ലാത്തതാണ് തിന്മ എന്ന് നിന്റെ മനസ്സിൽ ഉറപ്പിച്ച് നിന്റെ തീരുമാനങ്ങളെ, നിന്റെ ജീവിതത്തെ മാറ്റിയെടുക്കുന്നതാണ് പശ്ചാത്തപിക്കുവിൻ എന്നതിന്റെ അർത്ഥം എന്ന് തിരിച്ചറിയണം. സ്നാപക യോഹന്നാൻ പറയുന്ന രണ്ടാമത്തെ നിർബന്ധം ഇതാണ്: നിനക്ക് ക്രിസ്തുവിനെ വേണമെങ്കിൽ നീ മാനസാന്തരപ്പെട്ട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് സ്നാനം സ്വീകരിക്കുക. പാപങ്ങൾ ഏറ്റുപറഞ്ഞ് സ്നാനം സ്വീകരിക്കുക. പ്രത്യേകിച്ച് കുറച്ചു നാളുകൾക്ക് മുമ്പ് ഇറങ്ങിയ പല ബൈബിൾ സീഡികളിലും വ്യക്തമായി കാണാൻ പറ്റിയ ഒരു കാര്യം ഇതാണ്: സ്നാപക യോഹന്നാന്റെ മുൻപിൽ പാപങ്ങൾ ഓരോന്നും ഏറ്റുപറഞ്ഞ് സ്നാനം സ്വീകരിക്കുന്ന ആദിമ ക്രിസ്ത്യാനികളുടെ ഒരുക്കം. പാപങ്ങൾ മറ്റൊരു വ്യക്തിയുടെ മുമ്പിൽ ഏറ്റുപറയുകയാണ്. അതിനർത്ഥം എന്താണെന്ന് ചോദിച്ചാല് സ്വയം എളിമപ്പെടുക എന്നും കൂടി അർത്ഥമുണ്ട്. പാപങ്ങൾ മറ്റൊരു വ്യക്തി അറിയുമ്പോൾ അവൻ എന്നെ ഒന്ന് വിലയിരുത്തും, ഞാൻ നാട്ടുകാരുടെ മുമ്പിൽ വീട്ടുകാരുടെ മുമ്പിൽ ധരിച്ചിരുന്ന പൊയ്മുഖം ഒന്ന് അഴിയും, ഞാൻ എന്തൊക്കെയാണ് എന്ന് മറ്റൊരാൾ മനസ്സിലാകുമ്പോൾ അറിയാതെ തന്നെ ഞാൻ എളിമപ്പെടുന്നവനാകും. സ്നാപക യോഹന്നാൻ പറയുകയാ, പാപങ്ങൾ ഏറ്റുപറഞ്ഞ് സ്നാനം സ്വീകരിക്കുവിൻ. ഇന്ന് കത്തോലിക്ക സഭയുടെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് കുമ്പസാരക്കൂട്. മറ്റൊരു വ്യക്തിയുടെ മുൻപിൽ സ്വന്തം പാപങ്ങൾ ഏറ്റുപറഞ്ഞ് എളിമപ്പെടുന്ന ഏറ്റവും വലിയ സ്വർഗീയ അനുഭവം കുമ്പസാരക്കൂട്ടിൽ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. പന്തക്കോസ്ത സമൂഹങ്ങളിലും പ്രൊട്ടസ്റ്റന്റ് കൂട്ടായ്മകളിലും പാപങ്ങളെക്കുറിച്ച് വാതോരാതെ പ്രസംഗിക്കും. പക്ഷേ ക്രിസ്തുവിനെ വേണമെങ്കിൽ നീ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നീ അനുതപിച്ച് സ്നാനം സ്വീകരിക്കണമെന്ന് പറയുന്ന ആ വാക്കുകളെ അവർ വിഴുങ്ങിക്കളയും. വൈദികനോട് പാപങ്ങൾ ഏറ്റുപറയുന്നത് ഇന്ന് ഹാനിളകുന്നത് പോലെയാണ് പന്തക്കോസ്തക്കാർക്ക്. തിരിച്ചറിയുക, സ്നാപക യോഹന്നാന്റെ മുമ്പിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ക്രിസ്തുവിനെ സ്വീകരിക്കാൻ ഒരുങ്ങിയ ആദിമ ക്രിസ്ത്യാനികളുടെ സമൂഹത്തെ, ഇസ്രായേൽ സമൂഹത്തെ നമ്മുടെ മുമ്പിൽ ഇന്നും വരച്ചു കാണിക്കുമ്പോൾ ഒരു കാര്യം തിരിച്ചറിയുക: ഇന്നും നിന്റെ ജീവിതത്തിൽ ക്രിസ്തുവിനെ വേണമെങ്കിൽ നിന്റെ പാപങ്ങൾ നീ ഏറ്റുപറയാൻ തയ്യാറാകണം. ദൈവത്തോട് മാത്രമല്ല, സമൂഹത്തോട്. നീ ആരെയൊക്കെ വേദനിപ്പിച്ചോ ആ വ്യക്തികളോട് ഏറ്റുപറഞ്ഞ് ക്ഷമ ചോദിക്കുമ്പോൾ നീ ദൈവത്തെ സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ്. സങ്കീർത്തന പുസ്തകങ്ങളിൽ 32-ാം അധ്യായം 3-ാമത്തെ വാക്യം മനോഹരമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്: ഞാൻ പാപങ്ങൾ ഏറ്റുപറയാതിരുന്നപ്പോൾ ദിവസം മുഴുവൻ കരഞ്ഞ് എന്റെ ശക്തി ക്ഷയിച്ചുപോയി. വേനൽക്കാലത്തെ ചൂടുകൊണ്ടെന്ന പോലെ എന്റെ ശക്തി വരണ്ടുപോയി. വീണ്ടും 32:5 എഴുതി വെച്ചിട്ടുണ്ട്: ഞാൻ എന്റെ പാപങ്ങൾ അവിടുത്തോട് ഏറ്റുപറഞ്ഞു, എന്റെ അകൃത്യം ഞാൻ മറച്ചു വെച്ചില്ല, അപ്പോൾ അവിടുന്ന് എന്റെ പാപങ്ങൾ ക്ഷമിച്ചു. പ്രിയപ്പെട്ടവരെ, നിനക്ക് ക്രിസ്തുവിനെ വേണോ? നിന്റെ പാപങ്ങൾ ദൈവസന്നിധിയിൽ കുമ്പസാരക്കൂട്ടിൽ ഏറ്റുപറയുമ്പോൾ ഉറപ്പാണ് നീ ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ ഒരുങ്ങുകയാണ്. ക്രിസ്തു നിന്റെ ജീവിതത്തിന്റെ ഭാഗമായി മാറുവാൻ നീ വിട്ടുകൊടുക്കുകയാണ്. ഇനിയും സ്നാപക യോഹന്നാന് പറയാനുള്ള 3-ാമത്തെ കാര്യം, മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കുകയും. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും ധ്യാനമന്ദിരങ്ങളിൽ ശുശ്രൂഷ ചെയ്തതിനു ശേഷം ഇപ്പോൾ എന്റെ മനസ്സിലേക്ക് തോന്നുന്ന കാര്യം ഇതാണ്: പല ധ്യാനങ്ങൾ കൂടുന്ന പല വ്യക്തികളും വെറും കള പറിക്കുന്ന ജോലി മാത്രമേ നടത്തുന്നുള്ളൂ. പാപത്തെക്കുറിച്ചും പാപ സാഹചര്യങ്ങളെക്കുറിച്ചും ശക്തമായ പ്രബോധനങ്ങളും ക്ലാസുകളൊക്കെ വരുമ്പോൾ അവര് ഒരു തീരുമാനമെടുക്കും, ഒക്കെ ക്ലീൻ ആക്കണം, ഒന്ന് വിശുദ്ധീകരിക്കണമെന്ന്.
കള അങ്ങ് പറിക്കും, പാപത്തിന്റെ കള അങ്ങ് പറിക്കും. അത്രേ ഉള്ളൂ. ധ്യാനമന്ദിരത്തിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവൻ അവന്റെ പഴയ ജീവിതത്തിലേക്ക് വീണ്ടും വരികയാണ്. കുമ്പസാരവും വിശുദ്ധ കുർബാനയും ആരാധനയും ശക്തിപ്പെടുത്തലും ഒക്കെ കഴിഞ്ഞ് പരിശുദ്ധാത്മാൻ അഭിഷേകവും സ്വീകരിച്ചിട്ട് അവൻ ഇറങ്ങിപ്പോയി. കള പറിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന മനുഷ്യരല്ലേ പലപ്പോഴും ഫലം പുറപ്പെടുവിക്കുന്നവരാണോ എന്ന് ചോദിച്ചാൽ വിഷമിച്ചു പോകും. ആത്മീയതയുടെ ഫലങ്ങളില്ലാത്ത കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിലൂടെ ഇന്ന് മുമ്പോട്ട് പോകുമ്പോൾ ഒരു കാര്യം തിരിച്ചറിയുക, ഇന്ന് നമ്മുടെ കരിസ്മാറ്റിക് സമൂഹത്തിലേക്ക് വരങ്ങൾക്ക് വേണ്ടി അമിതമായി ദാഹിക്കുകയും അതിനുവേണ്ടി ശക്തമായി പ്രവർത്തിക്കുകയും അതിനുവേണ്ടിയുള്ള കോഴ്സുകളും ധ്യാനങ്ങളും ഒക്കെ സംഘടിപ്പിക്കുമ്പോൾ എന്തേ ഫലങ്ങൾ വേണമെന്നും ഫലങ്ങളാണ് ജീവിക്കേണ്ടതെന്നും പറയാൻ ഇന്ന് നമുക്ക് കഴിയുന്നില്ല. ഇന്നത്തെ പല ധ്യാനമന്ദിരങ്ങളിലും വരദാന വളർച്ചാ ധ്യാനം എന്നൊക്കെ പറഞ്ഞ പല രീതികളിൽ വരങ്ങളിൽ വളരുന്നതിന് ആവശ്യകതയെ ഉദ്ബോധിപ്പിച്ചുകൊണ്ട് പ്രബോധനം നൽകിക്കൊണ്ട് ശക്തിപ്പെടുത്തുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം സ്നാപയോഹന്നാൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, നീ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന വ്യക്തിയാകണം. ഇന്ന് വരങ്ങൾക്ക് വേണ്ടി നെട്ടോട്ടം ഓടുന്നവര് ഫലങ്ങളിൽ ജീവിക്കുന്നവരാണോ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം നൽകാൻ നമ്മളൊക്കെ വിഷമിച്ചു പോകും. അതുകൊണ്ട് തിരിച്ചറിയുക, വരങ്ങളിൽ വളരുക എന്നതിനേക്കാൾ ഫലങ്ങൾ നൽകുന്ന പുറപ്പെടുവിക്കുന്നവരായി ജീവിക്കണമെന്ന് സ്നാപയോഹന്നാനും ഓർമ്മപ്പെടുത്തുന്നു. ഈശോയും പറയുന്നുണ്ടല്ലോ അത് തന്നെ. ഫലങ്ങളില്ലാത്ത വൃക്ഷങ്ങൾ വെട്ടി തീയിലെറിയപ്പെടും, കോടാലി വെക്കപ്പെട്ടു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഫലങ്ങളില്ലാത്ത അത്തിമരത്തെ അവൻ ശപിച്ചു തള്ളുന്നത് എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. ഒരു കാര്യം തിരിച്ചറിയുക, കത്തോലിക്ക സഭ അനേകം പേരെ വിശുദ്ധരായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിശുദ്ധിയുടെ മാനദണ്ഡം എന്ന് പറയുന്നത് വരങ്ങൾ ഉള്ള വ്യക്തികളെ തിരിച്ചറിഞ്ഞ് വിശുദ്ധരാക്കലല്ല, ഫലങ്ങൾ മാത്രമാണ് വിശുദ്ധരായി പ്രഖ്യാപിക്കുന്നതിന്റെ മാനദണ്ഡം. മിക്ക വിശുദ്ധർക്കും രോഗശാന്തി വരങ്ങളോ പ്രവചന വരങ്ങളോ അല്ലെങ്കിൽ മറ്റു വരങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അവരൊക്കെ വിശുദ്ധിയിൽ വളർച്ച പ്രാപിച്ചത് ഫലങ്ങളുടെ സമൃദ്ധി കൊണ്ടാണ്. സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും അതുപോലെ തന്നെ പ്രാർത്ഥനയുടെയും സമൃദ്ധിയിൽ അവർ ഫലങ്ങൾ കായ്ക്കുന്നവരായിരുന്നു. സഭ എന്നും വില കൽപ്പിക്കുന്നത് ഫലങ്ങളിലാണ്. പക്ഷേ പ്രൊട്ടസ്റ്റന്റ് സമൂഹം ഇന്ന് ഏറ്റവും അധികം വില കൽപ്പിക്കുന്നത് ഫലങ്ങളല്ല, വരങ്ങളാണ്. അവർ ആദ്യം നമ്മൾ കണ്ടെത്തിയാൽ ചോദിക്കുക, ഭാഷാവരമുണ്ടോന്ന്. വരങ്ങളുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു സമൂഹത്തിൽ നിന്നും ഫലങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നിനക്ക് ക്രിസ്തുവിനെ ലഭിക്കൂ എന്ന് പറയുന്ന ഈ സ്നാപയോഹന്നാന്റെ വാക്കുകളെ ഞാനും നിങ്ങളും തമസ്കരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഒരു തിരിച്ചറിവിന്റെ കാരണമാകണം. ഇനി നാലാമതായി സ്നാപയോഹന്നാൻ ഓർമ്മപ്പെടുത്തുക ഇങ്ങനെയാണ്, ഞങ്ങൾക്ക് പിതാവായി അബ്രാഹമുണ്ടെന്ന് പറഞ്ഞ് ആരും അഹങ്കരിക്കേണ്ട, ഞങ്ങൾക്ക് മോശ നിയമം നൽകിയെന്ന് പറഞ്ഞ് അഹങ്കരിക്കേണ്ട, പൂർവിക പാരമ്പര്യം പറഞ്ഞ് ആരും സ്വർഗരാജ്യം അല്ലെങ്കിൽ ദൈവത്തെ രക്ഷകനെ സ്വീകരിക്കാമെന്ന് പറഞ്ഞ് മാറി നിൽക്കണ്ട. നീ ക്രിസ്തുവിനെ സ്വീകരിക്കണമോ, പാരമ്പര്യങ്ങൾ നിന്നെ ദൈവത്തിലേക്കും ദൈവിക അറിവിലേക്കും ജ്ഞാനത്തിലേക്കും ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതിലേക്കും സഹായിക്കില്ല എന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഈ കല്ലുകളിൽ നിന്നുപോലും ദൈവത്തിന് അബ്രാഹത്തിന് മക്കളെ കൊടുക്കാൻ കഴിയും എന്ന് പറയുന്ന ഒരവസ്ഥ പലപ്പോഴും ഇന്ന് പാരമ്പര്യങ്ങളുടെ പേരിൽ ക്രിസ്തു സത്യങ്ങളെ നിഷേധിക്കുന്ന പലതും നമ്മുടെ ഇടയിൽ നടക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, സ്നാപയോഹന്നാന്റെ ശബ്ദം വേറിട്ടൊരു ശബ്ദമായി നീങ്ങി നിൽക്കണം. സ്വർഗമാക്കി നിറഞ്ഞൊരു നാദം, പൊഴിയിൽ ജീവൻ പകർന്നൊരു നാദം, ചെങ്കടൽ രണ്ടായി പകുത്തൊരു നാദം, അന്നമായി മന്ന ഒഴിച്ചൊരു നാദം, മഹിയിൽ വന്നു പിറന്നൊരു നാദം, കുരിശിൽ രക്ഷയൊരുക്കിയ നാദം, മരണം പോലും
പോലും ഭയന്നൊരു നാദം, കരുണാമാരി ചൊരിഞ്ഞൊരു നാദം. ഒഴുകി ഒഴുകി ധരയിൽ നീലെ നീലെ മനുജ ഹൃദയം തേടി തേടി നിരതം. ഫലം നൽകാൻ തുടികൊള്ളും വചന ശബ്ദം, ജീവശബ്ദം, സ്നേഹശബ്ദം, ദൈവശബ്ദം. ആത്മപ്രേരിതം ഹൃദയോദ്ദീപകം ജീവദാ